കാനഡയിൽ നിന്ന് വരുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കറക്റ്റ് ടൈമിൽ ദേ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് എനി ട്രീറ്റ്മെന്റ് ഓവർ ദെയർ. അതാണ് ഒരു മെയിൻ ഇഷ്യൂ. അപ്പൊ അവർക്ക് ഒരു പല്ലുവേദന വന്നു അല്ലെങ്കിൽ പല്ലിന്റെ ഒരു ഇഷ്യൂ പ്രോബ്ലം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി, അതിന് ട്രീറ്റ് ചെയ്യണം. ഇവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് കുറെ മാസങ്ങൾക്ക് ശേഷമാണ്. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു കല്യാണം, കാനഡയിലുള്ള ഒരാൾക്ക് കല്യാണം ഉണ്ട്, അത് ഈ ഒരു മാസത്തിലാണ് അവർ തീരുമാനിക്കുന്നത്. ഡിസംബറിൽ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസംബറിലായിരിക്കും ചിലപ്പോൾ അവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ആ സമയത്ത് അത് കിട്ടിയിട്ട് അവർക്ക് കാര്യമില്ല. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അവർക്ക് ട്രാവൽ ചെയ്ത് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് തിരിച്ചു പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് വി ആർ ഡൂയിങ് ദാറ്റ് ഇൻ എ റെഗുലർ ബേസിസ്. കാരണം മിക്കവാറും കാനഡയിലുള്ള ആളുകൾക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണം. അപ്പൊ നേരത്തെ കൂട്ടി നമ്മളൊരു ഓൺലൈൻ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സ്കെഡ്യൂൾ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ ട്രീറ്റ്മെന്റ് എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ തന്നെ അത് സ്കെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വെക്കേഷൻ ടൈം ഡിസ്റ്റർബ്ഡ് ആവാതെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട്.